ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. 2024 ഇടക്കാല ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചു. എല്ലാവർക്കുമൊപ്പം എല്ലാവർക്കും വികസനം, എല്ലാവരുടെയും വിശ്വാസം, എല്ലാവരുടെയും പരിശ്രമമെന്ന പ്രധാനമന്ത്രിയുടെ ദർശനമാണ് സർക്കാരിന്റെ വിജയമന്ത്രമെന്ന് ധനമന്ത്രി. രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റിൽ സ്ത്രീകൾ, യുവാക്കൾ എന്നിവർക്കായി നിരവധി പദ്ധതികൾ. PM ആവാസ് യോജന പദ്ധതി പ്രകാരം 2 കോടി വീടുകൾ നിർമ്മിക്കും. 3 കോടി വീടുകൾ പൂർത്തിയായി. 3 പുതിയ റെയിൽവേ ഇടനാഴികൾ, 40,000 ബോഗികൾ വന്ദേ ഭാരത് നിലവാരത്തിൽ ഉയർത്തും. രാഷ്ട്രീയ ഗോകുൽ മിഷൻ വഴി പാൽ ഉൽപാദനം കൂട്ടും. മത്സ്യസമ്പദ പദ്ധതി വിപുലമാക്കും. 5 സംയോജിത മത്സ്യ പാർക്കുകൾ സ്ഥാപിക്കും. പ്രത്യക്ഷ നികുതി നിരക്കിലും പരോക്ഷ നികുതി നിരക്കിലും വ്യത്യാസമില്ല. ആദായ നികുതി ഘടനയിൽ മാറ്റമില്ല. GST നടപടികൾ ലഘൂകരിച്ചു. നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. വണ്ടിപ്പെരിയാർ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങിയത്. വാർത്തകൾ വിശദമായി. എല്ലാവർക്കുമൊപ്പം എല്ലാവർക്കും വികസനം, എല്ലാവരുടെയും വിശ്വാസം, എല്ലാവരുടെയും പരിശ്രമമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദർശനമാണ് സർക്കാരിന്റെ വിജയമന്ത്രമെന്ന് ബജറ്റ് അവതരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. പാവപ്പെട്ടവരുടെയും കർഷകരുടെയും സ്ത്രീകളുടെയും യുവാക്കളുടെയും ശാക്തീകരണമാണ് രാജ്യത്തെ അഭിവൃദ്ധിയിലേക്ക് നയിക്കുന്നത്. ഇന്ത്യൻ സമ്പദ്രംഗം കഴിഞ്ഞ 10 വർഷത്തിനിടെ ഗുണപരമായ മാറ്റങ്ങൾക്ക് സാക്ഷിയായെന്ന് പറഞ്ഞ മന്ത്രി അമൃതകാലത്തിനായി പ്രയത്നം തുടരുമെന്നും വ്യക്തമാക്കി. ആളോഹരി വരുമാനത്തിൽ 50% വർധനവ് ഉണ്ടായിട്ടുണ്ട്. അടുത്ത 5 വർഷം അഭൂതപൂർവമായ വികസനത്തിന്റെ വർഷങ്ങളായിരിക്കുമെന്നും 2047ഓടെ വികസിത ഭാരതം യാഥാർത്ഥ്യമാകുമെന്നും ധനമന്ത്രി പറഞ്ഞു. Honorable Speaker, I present the interim budget for 24-25. The Indian economy has witnessed profound positive transformation in the last 10 years. The people of India are looking ahead to the future with hope and optimism. With the blessings of the people, when our government under the visionary and dynamic leadership of Honorable Prime Minister Shri Narendra Modi assumed office in 2014, the country was facing enormous challenges. With Sabka Saath, Sabka Vikas as its mantra, the government overcame those challenges in right earnest. 25 കോടി ജനങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായി. 80 കോടി ജനങ്ങൾക്ക് സൌജന്യ റേഷൻ നൽകി. വിലക്കയറ്റം നിയന്ത്രിച്ചു നിർത്താനായി കോവിഡ് പ്രതിസന്ധിയിലും പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ 3 കോടി വീടുകൾ പൂർത്തിയായി. 2 കോടി വീടുകൾ ഉടൻ പൂർത്തിയാകും. 43 കോടി മുദ്രാ വായ്പകൾ അനുവദിച്ചു. 78 ലക്ഷം തെരുവ് കച്ചവടക്കാർക്ക് വായ്പ അനുവദിച്ചു. പുരപ്പുറ സോളാർ പദ്ധതിയിലൂടെ 1 കോടി കുടുംബങ്ങൾക്ക് പ്രതിമാസം 300 യൂണിറ്റ് വരെ വൈദ്യുതി സൌജന്യമായി നൽകുമെന്നും ധനമന്ത്രി അറിയിച്ചു. രാജ്യത്ത് കൂടുതൽ മെഡിക്കൽ കോളേജുകൾ യാഥാർത്ഥ്യമാക്കും. ഇത് സംബന്ധിച്ച് നിർദ്ദേശങ്ങൾക്കായി പ്രത്യേക സമിതി രൂപീകരിക്കും. ആയുഷ്മാൻ ഭാരത് എല്ലാ ആശ അങ്കണവാടി ജീവനക്കാർക്കും സഹായികൾക്കും ലഭ്യമാക്കും. മാതൃശിശു ആരോഗ്യ പാലനവുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികൾ ഒരു സമഗ്ര പരിപാടിക്ക് കീഴിലാക്കും. മെച്ചപ്പെട്ട പോഷണ വിതരണം, കുഞ്ഞുങ്ങളുടെ പാലനം എന്നിവ ലക്ഷ്യമിട്ട് സക്ഷം അങ്കണവാടി, പോഷൻ 2.0 എന്നിവയ്ക്ക് കീഴിൽ അങ്കണവാടി കേന്ദ്രങ്ങളെ നവീകരിക്കും. ഇന്ദ്രധനുഷ് ദൌത്യത്തിന്റേതടക്കമുള്ള പ്രതിരോധ കുത്തിവയ്പ് ദൌത്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് പുതുതായി രൂപകൽപ്പന ചെയ്ത യുവിൻ പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്തുമെന്നും കേന്ദ്ര ധനമന്ത്രി വ്യക്തമാക്കി. 40,000 റെയിൽവേ ബോഗികൾ വന്ദേ ഭാരത് നിലവാരത്തിൽ ഉയർത്തുമെന്ന് പറഞ്ഞ ധനമന്ത്രി സുരക്ഷ, വേഗത എന്നിവയ്ക്കാണ് റെയിൽവേ പ്രാധാന്യം നൽകുന്നതെന്ന് പറഞ്ഞു. 3 സുപ്രധാന റെയിൽവേ ഇടനാഴി പദ്ധതികൾ കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ സാമ്പത്തിക വികസനം യാഥാർത്ഥ്യമാകും. റെയിൽവേ ചരക്ക് നീക്കത്തിനുള്ള ചെലവ് കുറയുമെന്നും ശ്രീമതി സീതാരാമൻ പറഞ്ഞു. കൂടുതൽ വിമാനത്താവളങ്ങൾ യാഥാർത്ഥ്യമാക്കും. ഉഡാൻ പദ്ധതിക്ക് കീഴിൽ 517 പുതിയ റൂട്ടുകൾ യാഥാർത്ഥ്യമാക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു. വിമാനത്താവളങ്ങളുടെ എണ്ണം ഇരട്ടിയാക്കുകയും 149 വർദ്ധിപ്പിക്കുകയും ചെയ്തു. ആധുനിക സാങ്കേതികവിദ്യയുടെ സാധ്യതകൾ കാർഷിക രംഗത്ത് യാഥാർത്ഥ്യമാക്കിയതായി മന്ത്രി പറഞ്ഞു. 4 കോടി കർഷകർക്ക് വിള ഇൻഷുറൻസ് നൽകി. 1361 ഗ്രാമീണ ചന്തകൾ നവീകരിച്ചു. വിശ്വകർമ്മ യോജനയിലൂടെ കരകൌശല തൊഴിലാളികൾക്ക് സഹായം നൽകി. ഗോത്രവിഭാഗങ്ങളെ സമഭാവനയോടെ കണ്ട് ശാക്തീകരിച്ചു. ക്ഷീര കർഷകരുടെ ക്ഷേമത്തിന് കൂടുതൽ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കും. രാഷ്ട്രീയ ഗോകുൽ മിഷൻ വഴി പാൽ ഉൽപാദനം കൂട്ടും. മത്സ്യസമ്പദ പദ്ധതി വിപുലമാക്കുമെന്ന് പറഞ്ഞ ധനമന്ത്രി 5 സംയോജിത മത്സ്യ പാർക്കുകൾ സ്ഥാപിക്കുമെന്നും അറിയിച്ചു. Welfare of Annadata. Farmers are our Annadata.
Every year under PM Kisan Samman Yojana, direct financial assistance is provided to 11.8 crore farmers, including marginal and small farmers. Crop insurance is given to 4 crore farmers under PM Fasal Bima Yojana. രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റിൽ സ്ത്രീകൾ, യുവാക്കൾ എന്നിവർക്കായുള്ള നിരവധി പദ്ധതികളും ഇടം പിടിച്ചിട്ടുണ്ട്. രാജ്യത്ത് തൊഴിൽ സാധ്യതകൾ കൂടിയതായി പറഞ്ഞ ധനമന്ത്രി രാജ്യത്തെ വനിതകൾ, യുവാക്കൾ എന്നിവരിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ടെന്നും പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്. ശാസ്ത്ര സാങ്കേതിക വിദ്യ, ഗണിത കോഴ്സുകളിൽ പ്രവേശനം നേടുന്നവരിൽ 43% രാജ്യത്തെ സ്ത്രീ പ്രാതിനിധ്യം. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന കണക്കുകളിലൊന്നാണ്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ സ്ത്രീ പ്രാതിനിധ്യത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ 28% വർധനയുണ്ടായി. 30 കോടി മുദ്രാ യോജന വായ്പകളാണ് സ്ത്രീകൾക്ക് ലഭ്യമാക്കിയത്. മുത്തലാഖ് നിയമവിരുദ്ധമാക്കിയതും വനിതാ സംവരണം യാഥാർത്ഥ്യമാക്കിയതും, ഗ്രാമീണ മേഖലയിൽ നടപ്പാക്കുന്ന PM ആവാസ് യോജന പദ്ധതിയിൽ ഗ്രാമീണ മേഖലയിലെ 70%ഓളം വീടുകൾ സ്ത്രീകൾക്ക് സമ്മാനിച്ചതും ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു. ദേശീയ വിദ്യാഭ്യാസ നയം, PM ശ്രീ അടക്കം നിരവധി പദ്ധതികളാണ് യുവാക്കൾക്കായി നടപ്പാക്കുന്നത്. രാജ്യത്തെ യുവാക്കളുടെ സംരംഭക സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ 22.5 ലക്ഷം കോടി രൂപയുടെ 43 കോടി വായ്പകളാണ് PM മുദ്രാ യോജന അംഗീകാരം നൽകിയത്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ, സ്റ്റാർട്ടപ്പ് ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം എന്നിവ യുവാക്കൾക്ക് ആവശ്യമായ സഹായം ഉറപ്പു നൽകുന്നു. സ്കിൽ ഇന്ത്യ മിഷനിലൂടെ 1 കോടിയിലേറെ യുവാക്കൾക്ക് പരിശീലനം നൽകി. ഏഷ്യൻ ഗെയിംസ്, ഏഷ്യൻ പാരാ ഗെയിംസ് എന്നിവയിലെ ഇന്ത്യൻ യുവതാരങ്ങളുടെ മികച്ച പ്രകടനവും ധനമന്ത്രി എടുത്തു പറഞ്ഞു. ഗർഭാശയഗള അർബുദത്തെ പ്രതിരോധിക്കാൻ പ്രതിരോധ കുത്തിവയ്പ് യജ്ഞത്തിന് തുടക്കം കുറിക്കുമെന്ന് പ്രഖ്യാപിച്ച ധനമന്ത്രി 9നും 14നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് സൌജന്യ വാക്സിൻ ലഭ്യമാക്കുമെന്നും വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇടക്കാല ബജറ്റിൽ പ്രത്യക്ഷ നികുതി നിരക്കിലും പരോക്ഷ നികുതി നിരക്കിലും വ്യത്യാസമില്ല. ആദായ നികുതി ഘടനയിലും മാറ്റമില്ല. GST നടപടികൾ ലഘൂകരിച്ചു. ആദായ നികുതി റീഫണ്ട് 10 ദിവസത്തിനുള്ളിൽ നൽകാനാകുന്നുവെന്നും ധനമന്ത്രി പറഞ്ഞു. സാമ്പത്തിക വർഷത്തെ ചെലവ് 44.96 ലക്ഷം കോടിയാണ്. പ്രത്യക്ഷ നികുതി വരുമാനം 27.56 ലക്ഷം കോടിയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @AllIndia Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. മുംബൈ ഓഹരി സൂചിക സെൻസെക്സ് 55 പോയിന്റ് നഷ്ടത്തിൽ 71,697ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 12 പോയിന്റ് നഷ്ടത്തിൽ 21,713ലും വ്യാപാരം തുടരുകയാണ്. സ്വർണ്ണവിലയിൽ വർധന. ഗ്രാമിന് 15 രൂപ വർദ്ധിച്ച് 5,815 രൂപയായി. അന്ത്യോദയ അന്ന സബ്സിഡി 2 വർഷത്തേക്ക് കൂടി വ്യാപിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭാ തീരുമാനം. മൃഗപരിപാലന അടിസ്ഥാന സൌകര്യ വികസന ഫണ്ടും 3 വർഷത്തേക്ക് കൂടി തുടരും. 29,610 കോടി രൂപ പദ്ധതിക്കായി വകയിരുത്തിയിട്ടുണ്ട്. മൃഗസംരക്ഷണ അടിസ്ഥാന വികസന ഫണ്ട് 3 വർഷത്തേക്ക് തുടർന്നും ലഭ്യമാക്കാൻ കേന്ദ്ര മന്ത്രിസഭ അനുമതി നൽകി. ഇന്ത്യയും UAEയും തമ്മിലുള്ള ഉഭയകക്ഷി നിക്ഷേപ ഉടമ്പടിക്കും കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. വിദേശ നിക്ഷേപം വർദ്ധിപ്പിക്കാൻ ഉടമ്പടി സഹായകരമാകും. നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. വണ്ടിപ്പെരിയാർ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും വീഴ്ചയെ തുടർന്ന് കുറ്റവിമുക്തനാക്കപ്പെട്ട സാഹചര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് സണ്ണി ജോസഫാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. കേസന്വേഷണത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായതായി സണ്ണി ജോസഫ് ആരോപിച്ചു. വണ്ടിപ്പെരിയാർ കേസിൽ പ്രതിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. എന്നാൽ കേസിലെ പ്രതിയെ കുറ്റവിമുക്തനാക്കിയ കോടതി നടപടിക്കെതിരെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടിയായി പറഞ്ഞു. കേസന്വേഷണത്തിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ച് കർശന നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. ദേശീയപാത 66ന്റെ വികസനം 2025 പൂർത്തിയാക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് രാവിലെ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു.
2.5 വർഷത്തിനിടയിൽ സംസ്ഥാനത്ത് 1.5 ലക്ഷം പേർക്ക് പട്ടയം നൽകിയതായി മന്ത്രി കെ രാജനും ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. ഇപ്പോൾ മറ്റ് സഭാ നടപടികൾ പുരോഗമിക്കുകയാണ്. 2024 സംസ്ഥാന ചരക്ക് സേവന നികുതി ഭേദഗതി ബിൽ ഉൾപ്പെടെ 3 ബില്ലുകളും ഇന്ന് സഭയിൽ അവതരിപ്പിക്കും. കരിപ്പൂരിൽ നിന്ന് ഹജ്ജിന് പോകുന്ന യാത്രക്കാരുടെ വിമാന ടിക്കറ്റ് നിരക്കിൽ ഇളവ് നൽകുമെന്ന് കേന്ദ്ര ന്യൂനപക്ഷ ഹജ്ജ് കാര്യമന്ത്രി സ്മൃതി ഇറാനി. പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് എംപിമാരായ ET മുഹമ്മദ് ബഷീർ, ഡോക്ടർ അബ്ദുസമദ് സമദാനി, PV അബ്ദുൽ വഹാബ് എന്നിവർ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഝാർഖണ്ഡ് മുഖ്യമന്ത്രി സ്ഥാനം ഹേമന്ത് സോറൻ രാജിവെച്ചു. ഝാർഖണ്ഡ് മുക്തി മോർച്ചയുടെ മുതിർന്ന നേതാവും ഗതാഗത മന്ത്രിയുമായ ചമ്പൈ സോറൻ പുതിയ മുഖ്യമന്ത്രിയായേക്കും. റാഞ്ചിയിലെ ED ഓഫീസിലാണ് ഇപ്പോൾ ശ്രീ ഹേമന്ത് സോറൻ ഉള്ളത്. 7 മണിക്കൂറത്തെ ചോദ്യം ചെയ്യലിനൊടുവിലാണ് മുഖ്യമന്ത്രി സൊറേനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത്. ശ്രീ സൊറേൻ ഗവർണർ CP രാധാകൃഷ്ണനെ കണ്ട് രാജി സമർപ്പിച്ചു. അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഝാർഖണ്ഡ് മുക്തി മോർച്ച ഇന്ന് സംസ്ഥാനത്ത് ബന്ദ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേപ്പാൾ പാർലമെന്റ് അംഗം രാജ്കിഷോർ യാദവിന്റെ നേതൃത്വത്തിലുള്ള 8-അംഗ പ്രതിനിധി സംഘം ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുമായി കൂടിക്കാഴ്ച നടത്തി. നേപ്പാൾ പാർലമെന്റിന്റെ ഇന്റർനാഷണൽ റിലേഷൻസ് ആൻഡ് ടൂറിസം കമ്മിറ്റി ചെയർമാനാണ് രാജ്കിഷോർ യാദവ്. ഇരു രാജ്യങ്ങളും അയൽരാജ്യങ്ങൾ മാത്രമല്ല, ഒരു പൊതുചരിത്രത്തിന്റെയും സംസ്കാരത്തിന്റെയും ജനാധിപത്യ തത്വങ്ങളുടെയും സംരക്ഷകരാണെന്നും ശ്രീ ഓം ബിർള പറഞ്ഞു. ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ആത്മീയവും ചരിത്രപരവും സാംസ്കാരികപരവുമായ ബന്ധങ്ങളും ലോക്സഭാ സ്പീക്കർ പരാമർശിച്ചു. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില 15 രൂപ കൂട്ടി. ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല. ഇടുക്കി തോപ്രാംകുടിയിൽ പിഞ്ചുകുഞ്ഞിനെ കൊലപ്പെടുത്തി മാതാവ് ആത്മഹത്യ ചെയ്തു. തോപ്രാംകുടി സ്കൂൾ സിറ്റി പുത്തൻപുരയ്ക്കൽ ഡീനു ലൂയിസാണ് ആത്മഹത്യ ചെയ്തത്. മാനസിക വെല്ലുവിളി നേരിടുന്നയാളാണ് ഡീനുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു. മള്ളിയൂർ ജയന്തിയോടനുബന്ധിച്ച് വർഷം തോറും നൽകിവരുന്ന ശങ്കരസ്മൃതി പുരസ്കാരം ബദ്രിനാഥ് റാവൽജി ഈശ്വരപ്രസാദ് നമ്പൂതിരിക്ക്. ആത്മീയ സേവന രംഗത്തുള്ള ദീർഘപരിചയം കണക്കിലെടുത്താണ് പുരസ്കാരം. 1 ലക്ഷം രൂപയും ഫലകവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. റൺ ഫോർ യൂണിറ്റി എന്ന സന്ദേശവുമായി കണ്ണൂർ ജില്ലാ ഭരണകൂടവും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും സംയുക്തമായി നടത്തുന്ന മിഡ് നൈറ്റ് യൂണിറ്റി റണ്ണിന്റെ 4ാം എഡിഷൻ ശനിയാഴ്ച രാത്രി 11-ന് നടക്കും. 5 പേരടങ്ങുന്ന ടീമായാണ് പങ്കെടുക്കേണ്ടത്. FIH ഹോക്കി ഫൈവ്സ് പുരുഷ ലോകകപ്പിൽ ഈജിപ്തിനെതിരെ ഇന്ത്യയ്ക്ക് ഉജ്ജ്വല വിജയം. 4-നെതിരെ 6 ഗോളുകൾക്കാണ് ഇന്ത്യ ജയിച്ചത്. മസ്കറ്റിൽ നടന്ന മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ടീം 5-1 മുന്നിലായിരുന്നു. നിലവിൽ 3 കളികളിലെ 2 വിജയം ഉൾപ്പെടെ 6 പോയിന്റുമായി പട്ടികയിൽ 5ാം സ്ഥാനത്താണ് ഇന്ത്യ. കഴിഞ്ഞ ദിവസം കെനിയയ്ക്കെതിരെ നടന്ന മത്സരത്തിലും ടീം ജയിച്ചിരുന്നു. കണ്ണൂരിൽ കേരള പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് വയനാട് യുണൈറ്റഡ് FC സാറ്റ് തിരൂരിനെ നേരിടും. കേരള പോലീസ് ഏകപക്ഷീയമായ 1 ഗോളിന് KCBയെ തോൽപ്പിച്ചു. കേരള യുണൈറ്റഡ് FC മുത്തൂറ്റ് ഫുട്ബോൾ അക്കാദമിയെ പരാജയപ്പെടുത്തി. പ്രഥമ ഇന്ത്യ ഫിൻലൻഡ് ഉന്നതതല സംഭാഷണം ന്യൂഡൽഹിയിൽ നടന്നു. സ്കൂൾ വൊക്കേഷണൽ ഉന്നത വിദ്യാഭ്യാസ രംഗങ്ങളുമായി ബന്ധപ്പെട്ട നയങ്ങളിന്മേൽ യോഗത്തിൽ സമഗ്രമായ ചർച്ചകൾ നടന്നു. ശാസ്ത്ര സാങ്കേതിക വിദ്യ, ഗണിതം എന്നിവ പഠിപ്പിക്കുന്നവർ അടക്കമുള്ള അധ്യാപകരുടെ ശേഷി വികസനം, വിദ്യാഭ്യാസ മേഖലയിലെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം, ക്വാണ്ടം ടെക്, നിർമ്മിത ബുദ്ധി അടക്കമുള്ള നവീന സാങ്കേതിക വിദ്യകൾ, കാലാവസ്ഥാ വ്യതിയാനം എന്നിവയിലെ ഗവേഷണം തുടങ്ങിയവയിൽ സഹകരിക്കാൻ ഇരു രാജ്യങ്ങളും താൽപര്യം അറിയിച്ചു. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് കീഴിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് അന്താരാഷ്ട്ര നിലവാരം നൽകാൻ സ്വീകരിച്ച നടപടികളും യോഗത്തിൽ വിശദീകരിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ കമ്പനിക്കെതിരായ അന്വേഷണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കൈമാറി കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം. സാമ്പത്തിക ക്രമക്കേടിൽ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് നടത്താൻ കഴിയുന്ന ഏറ്റവും ഉന്നതമായ അന്വേഷണമാണ് SFIOയുടേത്. പ്രധാന വാർത്തകൾ വീണ്ടും. 2024 ഇടക്കാല ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചു. എല്ലാവർക്കുമൊപ്പം എല്ലാവർക്കും വികസനം, എല്ലാവരുടെയും വിശ്വാസം, എല്ലാവരുടെയും പരിശ്രമമെന്ന പ്രധാനമന്ത്രിയുടെ ദർശനമാണ് സർക്കാരിന്റെ വിജയമന്ത്രമെന്ന് ധനമന്ത്രി. 2ാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റിൽ സ്ത്രീകൾ, യുവാക്കൾ എന്നിവർക്കായി നിരവധി പദ്ധതികൾ. PM ആവാസ് യോജന പദ്ധതി പ്രകാരം 2 കോടി വീടുകൾ നിർമ്മിക്കും. 3 കോടി വീടുകൾ പൂർത്തിയായി. 3 പുതിയ റെയിൽവേ ഇടനാഴികൾ, 40,000 ബോഗികൾ വന്ദേ ഭാരത് നിലവാരത്തിൽ ഉയർത്തും. രാഷ്ട്രീയ ഗൂഗിൾ മിഷൻ വഴി പാൽ ഉൽപാദനം കൂട്ടും. മത്സ്യസമ്പദ പദ്ധതി വിപുലമാക്കും. 5 സംയോജിത മത്സ്യ പാർക്കുകൾ സ്ഥാപിക്കും. പ്രത്യക്ഷ നികുതി നിരക്കിലും പരോക്ഷ നികുതി നിരക്കിലും വ്യത്യാസമില്ല. ആദായ നികുതി ഘടനയിൽ മാറ്റമില്ല. GST നടപടികൾ ലഘൂകരിച്ചു. നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. വണ്ടിപ്പെരിയാർ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങിയത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.